വില കുറഞ്ഞ സാധനം നോക്കുന്ന കസ്റ്റമർ അല്ല ചീപ്പ് കസ്റ്റമർ. ചീപ്പ് കസ്റ്റമറിൻ്റെ അർത്ഥം തന്നെ ഇതാണ്, നമ്മുടെ വാല്യൂ മനസ്സിലാക്കാത്ത കസ്റ്റമർ. ഈ പറഞ്ഞ പ്രൈസ് സെൻസിറ്റീവ് ആയിട്ടുള്ള ആളുകൾ നമ്മളെ തേടി വരുന്നതല്ല, നമ്മളുടെ പൊസിഷനിങ്ങിന്റെ പ്രശ്നമാണത്. കോമ്പറ്റീറ്റേഴ്സ് ഇടുന്നത് 500 രൂപയാണ്, നമ്മുടെ പ്രൊഡക്റ്റിന് 450 രൂപ ഇടുന്നു. പക്ഷെ അത് നല്ലതാണോ? കോമ്പറ്റീറ്ററുടെ പ്രൈസിങ് നമ്മൾ കോപ്പി അടിച്ചാൽ എന്നും നമ്മൾ അവിടെ ഒരു അടിമയെ പോലെ ആയിരിക്കും. മറ്റ് ട്രെയിനേഴ്സ് എത്രയാണ് ഫീസ് മേടിക്കുന്നതെന്ന് ഇന്ന് വരെ ഞാൻ നോക്കിയിട്ടില്ല, നോക്കാൻ പാടില്ല. ഡോണ്ട് ലുക്ക് അറ്റ് യുവർ കോമ്പറ്റീറ്റർ, ലുക്ക് അറ്റ് യുവർ കസ്റ്റമർ. ഇപ്പോൾ എൻ്റെ അടുത്ത് ഒരാൾ പഠിക്കാൻ വരുന്നു, അയാൾ ഒരു വർഷത്തിൽ 2 കോടി രൂപ ഉണ്ടാക്കുകയാണ്. അതാണ് ഞാൻ നോക്കണ്ടേ. ഒരിക്കലും നമുക്ക് താഴോട്ടുള്ള ഓട്ടത്തിൽ മുന്നിലെത്തി എന്ന് പറഞ്ഞ് അഭിമാനിക്കാൻ പറ്റില്ല. കാരണം നമ്മളെക്കാൾ പോക്കറ്റിന് ആഴമുള്ളവൻ വന്നാൽ അവൻ അതിനേക്കാൾ സ്പീഡിൽ നമ്മളുടെ മുന്നിലേക്ക് എത്തും. കായംകുളത്തെ KPSC ജംഗ്ഷനിൽ ഒരു സാധാരണക്കാരൻ്റെ മകനായ ഞാൻ ഇന്നൊരു ഗ്ലോബൽ ബ്രാൻഡായി മാറിയിട്ടുണ്ടെങ്കിൽ ഒറ്റ റീസണേ ഉള്ളൂ, സോഷ്യൽ മീഡിയ. സോഷ്യൽ ക്യാപിറ്റൽ എത്ര ഉണ്ട് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻറ്റ്. അറിവ് പകരുന്നതാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ ചാരിറ്റി. സോ ഡു ഇറ്റ്. ഒരു ബിസിനസ് എങ്ങനെ ലാഭത്തിലാക്കാം, ഒരു ബിസിനസ്സിൽ എങ്ങനെ നിൽക്കാൻ പഠിക്കണം, എങ്ങനെ വിൽക്കാൻ പഠിക്കണം, സ്മാർട്ടായി ഒരു ബിസിനസ്സിനെ മാറ്റാൻ എന്തൊക്കെ സ്ട്രാറ്റജികൾ വേണം, എങ്ങനെ സേഫ് ആവണം, എത്ര വില പറയണം, എങ്ങനെ വരുമാനം കൂട്ടണം, എങ്ങനെ 100,000 ചോദ്യങ്ങൾ. നിങ്ങളൊരു സംരംഭകനാണോ, അല്ലെങ്കിൽ ഒരു സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളാണോ? ഇനി അല്ല, നിങ്ങളുടെ ബിസിനസ് എന്തെങ്കിലും പ്രതിസന്ധികളിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണോ? നോക്കൂ, ഇതിനെല്ലാം നമുക്കൊരു ഉത്തരം വേണം അല്ലേ? നമ്മൾ ഈ നിമിഷം ഇന്നു തൊട്ട് ഒരു യാത്ര പോവുകയാണ്, വിജയം മാത്രം ലക്ഷ്യം വെച്ചൊരു യാത്ര. പക്ഷേ നമ്മളെ ഡയറക്റ്റ് ചെയ്യാൻ ഒരാൾ വേണം അല്ലേ? ഒരു റൈറ്റ് മെന്റർ, നമുക്ക് കൃത്യമായ ദിശാബോധം നൽകാനായി ഒരാൾ വേണം. യെസ്, ഞാൻ പറഞ്ഞ ആ റൈറ്റ് മെന്റർ, ഗ്ലോബൽ മലയാളികളെ എങ്ങനെ ബിസിനസ് ചെയ്യണമെന്ന് പഠിപ്പിക്കുന്ന ഒരാൾ, ദ കിങ് മേക്കർ ഡോക്ടർ അനിൽ ബാലചന്ദ്രനാണ് റൂത്ത്ലെസ് എന്ന ഈ പ്രോഗ്രാമിലൂടെ നമ്മളോട് സംസാരിക്കാൻ പോകുന്നത്. ഹായ് സർ, വെൽക്കം. ഇനി ഔപചാരികതകളൊന്നും വേണ്ട. ഞാൻ നോക്കുകയായിരുന്നു, നമ്മുടെ ഈ ബാക്ക്ഗ്രൗണ്ട് പച്ചയാണ്. മലയാളിയെ സംബന്ധിച്ച് ജീവിതം പച്ച പിടിക്കണം, ആ ഒറ്റ ആഗ്രഹമേ ഉണ്ടാവുള്ളൂ അല്ലേ? ഭൂരിഭാഗം അങ്ങനെ തന്നെയല്ലേ? അതിനുവേണ്ടി ജീവിക്കുന്ന, അതിനുവേണ്ടി ബിസിനസ് ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ ഒരുപാട് പേരുടെ ബിസിനസ്സിനെ പച്ച പിടിപ്പിച്ച ആളാണ്, കൃത്യമായൊരു മെന്റർഷിപ്പ് നൽകുന്ന ആളാണ്, ഒരുപാട് നിർദ്ദേശങ്ങളിലൂടെ ഒരുപാട് പേരുടെ ലൈഫ് മാറ്റിമറിച്ച ആളാണ്. ഞാൻ അനിൽ ബാലേന്ദ്രന്റെ മുൻപുള്ള ഇന്റർവ്യൂകളൊക്കെ എടുത്തു നോക്കുകയായിരുന്നു. അതിലുള്ള കമന്റുകളിൽ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്, അതിൽ വന്ന് കമൻറ്റുകൾ ഇട്ടിട്ടുള്ളതിൽ പലരും സംരംഭകരാണ്. സർ, നിങ്ങളുടെ വാക്കുകളിൽ നിന്ന് എനിക്കൊരു പുതിയ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ എൻ്റെ ബിസിനസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാനൊരു പ്രശ്നം നേരിടുന്നുണ്ട്, പക്ഷേ അതെനിക്ക് മാറ്റാൻ പറ്റുന്നുണ്ടെന്ന് പറയുന്ന ഒരുപാട് കമൻറ്റുകൾ നമ്മൾ കണ്ടു. അപ്പോൾ നമുക്ക് പറയാം, നമുക്ക് സംസാരിക്കാം. താങ്കളുടെ ഒരു ജേണിയുണ്ട്, അത് ഒരുപാട് പേരിപ്പോൾ അറിയുന്നവരുണ്ട്, പക്ഷേ അറിയാത്തവർക്ക് വേണ്ടി പറയും. എന്താണ് താങ്കളുടെ ഒരു യാത്ര? നമുക്ക് ആ കമൻറ്റിൽ നിന്ന് തന്നെ തുടങ്ങാം. അതൊരു 10% കമൻറ്റ് മാത്രമേ ഉള്ളൂ ഈ രക്ഷപ്പെട്ടു അല്ലെ നല്ലതാണ് എന്ന് പറയുന്നത്, ഒരു 10%. ബാക്കി 90% നെഗറ്റീവാണ്, അല്ലെങ്കിൽ പച്ചത്തെറിയാണ് വിളിക്കുന്നത്. കാരണം ഞാൻ എപ്പോഴും സംസാരിക്കുന്നത്, എനിക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്, അതെൻ്റെ ഒരു പ്രത്യേകതയായിരിക്കും. ആരെയും സുഖിപ്പിച്ച് സംസാരിക്കാൻ അറിയത്തില്ല. അതുകൊണ്ട് തന്നെ ആളുകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളല്ല പലപ്പോഴും ഞാൻ പറയുന്നത്. എന്താണോ അവർ കേൾക്കേണ്ടത് അതാണ് ഞാൻ പറയുന്നത്. അങ്ങനെ പച്ചയായ സത്യങ്ങൾ വിളിച്ചു പറയുന്നവരെ പൊതുവെ സമൂഹത്തിന് ഇഷ്ടമല്ലല്ലോ. അതുകൊണ്ട് അത് റോഷ്നി മൊത്തമായി കാണാത്തത് കൊണ്ടായിരിക്കും ഒരുപാട് 10 കമൻറ്റ് വന്നു കഴിഞ്ഞാൽ അതിൽ ഒരെണ്ണേ നല്ലത് കാണത്തുള്ളൂ, ബാക്കി 9 ഈ പറഞ്ഞ. കാരണം ഞാൻ എപ്പോഴും നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ പേര് പോലെ തന്നെ റൂത്ത്ലെസ് ആണ്. ഓക്കെ, സത്യസന്ധമായി എന്താണോ ഇവരുമായിട്ടൊന്നും നമുക്ക് പേഴ്സണലി യാതൊരുവിധ വ്യക്തിബന്ധങ്ങളോ അല്ലെങ്കിൽ വൈരാഗ്യവും ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ അടുത്ത് ഒരാളൊരു കാര്യം ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു സംശയം ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഒരാൾക്കൊരു കാര്യം പറഞ്ഞു കൊടുക്കുമ്പോൾ പച്ചയായി സംസാരിക്കുക, സത്യസന്ധമായി സംസാരിക്കുക. അവരിൽ നിന്ന് എന്തെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കുമ്പോഴാണ് നമ്മളവരെ സുഖിപ്പിച്ച് നിർത്തേണ്ടി വരുന്നത്. നമുക്കതിൻ്റെ ആവശ്യമില്ല. നമ്മൾ ഉള്ള കാര്യം ഉള്ള പോലെ പറയും. അതായിരിക്കണം നമ്മുടെ ഈ പ്രോഗ്രാമും റൂത്ത്ലെസ്. ഓക്കെ, അപ്പം ഇവിടെ വരുന്ന ചോദ്യങ്ങൾക്ക് പച്ചയായ മറുപടി, അതായിരിക്കണം നമ്മൾ ചെയ്യുന്നത്. താങ്കൾ വരുമ്പോൾ തന്നെ താങ്കളോട് ചോദിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി പേര്, അത് സംരംഭകരുണ്ട്, ഇനി അല്ല എന്തെങ്കിലും ഒന്ന് തുടങ്ങണം, ജീവിതത്തിൽ കുറച്ച് കാശ് ഉണ്ടാക്കണം, അതിൽ ബിസിനസ്. ഇപ്പൊ താങ്കൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇപ്പോൾ ഒരു കുടുംബത്തിൽ നിന്ന് ഒരു ബിസിനസ്സുകാരൻ ഉണ്ടാവണം എന്നാണ്. തീർച്ചയായും ഇത് പുതിയ കാലത്ത് ഞാൻ വിശ്വസിക്കുന്നത് മുൻപുള്ള പോലെയല്ല, കുറച്ചുകൂടി
സ്വന്തമായി എന്തെങ്കിലും ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതിലൊരു വലിയ യുവതലമുറയിൽ തന്നെ ബഹുഭൂരിപക്ഷം ആളുകളും അങ്ങനെയാണ്. അപ്പോൾ അവരിൽ ഒരുപാട് പേര് നമ്മളോട് ചോദിച്ച ചില ചോദ്യങ്ങളുണ്ട്. അതിന് മറുപടി പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം. അത് കൂടുതൽ ആളുകൾക്ക് അത് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ആദ്യത്തെ ചോദ്യം, നമുക്ക് പല പ്രദേശങ്ങളിൽ നിന്നും, ഇപ്പോൾ കേരളത്തിൽ നിന്നും പുറത്തുനിന്നും ഇന്ത്യക്കകത്ത് പല സ്റ്റേറ്റിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അതിൽ ആദ്യത്തെ ചോദ്യം വന്നിരിക്കുന്നത് ഷാർജയിൽ നിന്നാണ്. ഒരു ക്ലോത്തിങ് ബിസിനസ് ഓണറാണ് നമ്മളോട് ആ ചോദ്യം ചോദിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ കാലത്ത് എനിക്ക് തോന്നുന്നു സമൂഹ മാധ്യമങ്ങളിൽ കുറച്ച് പേരും പെരുമയും ഒക്കെ ഉണ്ടായിട്ടുള്ള ആളുകളൊക്കെ ആദ്യം പോയി ഒരു ക്ലോത്തിങ് ബ്രാൻഡിൽ കൈവയ്ക്കുന്നുണ്ട്. ഇനി അല്ലാത്ത ഈ പറയുന്ന ഒരു പ്രശസ്തി ഒന്നും ഇല്ലാത്ത ആളുകൾ പോലും ഒരു തുണി വ്യവസായം തുടങ്ങിയാലോ എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടല്ലേ. അപ്പോൾ ഒരു ചോദ്യം നമ്മളോട് വന്നിട്ടുള്ളത് ഇതാണ്. ഇപ്പോൾ ഒരാൾ നമ്മുടെ അടുത്തേക്ക് വരികയാണ്. അവർ നമ്മുടെ കയ്യിലുള്ള ഉൽപ്പന്നത്തെക്കുറിച്ച്, അതിൻ്റെ ഒരു പ്രൈസിനെ കുറിച്ച് നെഗോഷിയേറ്റ് ചെയ്യും, അല്ലെങ്കിൽ അവർ ആ ഒരു വിലയെപ്പറ്റി ബാർഗെയിൻ ചെയ്യും. എനിക്ക് ഇന്നൊരു വിലയിലേ തരാൻ പറ്റുള്ളൂ എന്ന് പറയും. ഡിസ്കൗണ്ടും ചോദിക്കും. എന്നിട്ട് വാങ്ങിയിട്ട് ചിലപ്പോൾ എന്തെങ്കിലും ഒരു പോരായ്മകളും പറഞ്ഞെന്ന് വരും ചിലർ. പക്ഷെ ചിലരുണ്ട്, അവർ വന്ന് കടയിൽ വന്ന് ഒരു സാധനം കണ്ടു കഴിഞ്ഞാൽ അതിനങ്ങനെ ഒരു വില എന്താണെന്ന് നോക്കില്ല, പ്രൈസ് ടാഗ് ഒന്നും നോക്കാതെ സാധനം അങ്ങ് വാങ്ങും, തിരിച്ചു പോവും. അവരതിനെക്കുറിച്ച് ഒന്ന് റിസർച്ച് ചെയ്യും, അങ്ങനെ പോകും. അപ്പോൾ ഈ രണ്ട് തരത്തിലുള്ള കസ്റ്റമേഴ്സ് ഉണ്ട്. ബിസിനസ് ലോകം ഞാൻ ഈ ആദ്യം പറഞ്ഞ കസ്റ്റമേഴ്സിനെ വിളിക്കുന്നത് ചീപ്പ് കസ്റ്റമേഴ്സ് എന്നാണ്. പക്ഷേ ഒരു ബിസിനസ് മാൻ എന്ന നിലയ്ക്ക് ഇത്തരം ചീപ്പ് കസ്റ്റമേഴ്സിനെയും, അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ രണ്ടാമത്തെ വിഭാഗത്തെയും എങ്ങനെയാണ് നോക്കിക്കാണേണ്ടത്? ഈ ചീപ്പ് കസ്റ്റമേഴ്സ് ആക്ച്വലി നല്ലതാണോ നമ്മുടെ ബിസിനസ്സിന്, അല്ലെങ്കിൽ അവർക്ക് തന്നെയും? യെസ്, ഈ ചീപ്പ് കസ്റ്റമർ ആൻഡ് പ്രീമിയം കസ്റ്റമർ 2 കാറ്റഗറിയാണ്. അപ്പം നമ്മളുടെ കടയിൽ വരുന്ന 3 ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സ് ഉണ്ട്. അതിൽ ഒന്നാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം നമ്മൾ ഈ ചീപ്പ് കസ്റ്റമറിൻ്റെ ഡെഫിനേഷൻ ആദ്യം ഒന്ന് മനസ്സിലാക്കണം. ഈ പ്രൈസ് സെൻസിറ്റീവ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഏറ്റവും വില കുറഞ്ഞ സാധനം നോക്കുന്ന കസ്റ്റമർ അല്ല ചീപ്പ് കസ്റ്റമർ. ചീപ്പ് കസ്റ്റമറിൻ്റെ അർത്ഥം തന്നെ ഇതാണ്, നമ്മുടെ വാല്യൂ മനസ്സിലാക്കാത്ത കസ്റ്റമർ. ഓക്കെ, പ്രൈസ് ഏറ്റവും കുറഞ്ഞത് നോക്കുന്ന ആളെന്നുള്ളതല്ല ചീപ്പിൻ്റെ അർത്ഥം. നമ്മൾ കൊടുക്കുന്ന വാല്യൂ എന്ത് എന്ന് മനസ്സിലാക്കാത്തവരെയാണ് നമ്മൾ ചീപ്പ് കസ്റ്റമർ എന്ന് പൊതുവെ വിളിക്കുന്നത്. അങ്ങനെ 3 കാറ്റഗറി ഓഫ് കസ്റ്റമർ നമ്മളുടെ കടയിൽ വരുന്നുണ്ട്. ഒന്ന്, ഈ പറഞ്ഞ പ്രൈസ് സീക്കേഴ്സ്, ഏറ്റവും വില കുറഞ്ഞ സാധനം അന്വേഷിച്ച് വരുന്നവരുണ്ട്. അപ്പോൾ അവരാണ് ഈ ഒരുപാട് കമ്പയർ ചെയ്തിട്ട് വരുന്നത്. രണ്ടാമത്താണ് വാല്യൂ സീക്കേഴ്സ്. വാല്യൂ സീക്കേഴ്സ് എന്ന് പറഞ്ഞാൽ ഇവർ ഈ പറഞ്ഞ പോലെ കമ്പാരിസൺ നടത്തും, പക്ഷേ എന്ത് വാല്യൂ അതിൽ നിന്ന് കിട്ടുന്നു, ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ നിന്ന് എനിക്കെന്ത് തിരിച്ച് കിട്ടുന്നു എന്ന് നോക്കി ഏറ്റവും മൂല്യമുള്ള സാധനം അവർ നെഗോഷിയേറ്റ് ചെയ്യും, പക്ഷേ അവർ ഏറ്റവും മൂല്യമുള്ള സാധനം എടുക്കും. മൂന്നാമത്തെ ഒരു ടീമാണ് പ്രോബ്ലം സീക്കേഴ്സ്. അതായത് അവരൊരു പ്രശ്നം, അതിയായ ഒരു പ്രശ്നം അവർ നേരിടുന്നുണ്ട്, തീവ്രമായ ഒരു പ്രശ്നം നേരിടുന്നുണ്ട്, അവർക്കതിനൊരു സൊല്യൂഷൻ വേണം. എവിടെ നിന്നാണെങ്കിലും ശരി, എന്ത് ചെയ്തിട്ടാണെങ്കിലും എനിക്ക് ഈ പ്രശ്നം പരിഹരിക്കണം. ഇതാണ് ഈ പ്രോബ്ലം സീക്കേഴ്സിൻ്റെ പ്രത്യേകത. അപ്പം നമുക്ക് വേണ്ടത് ഈ മൂന്നാമത്തെ കാറ്റഗറി, പ്രോബ്ലം സീക്കേഴ്സ്. കാരണം അവർക്ക് പ്രൈസ് ഒരു പ്രശ്നമല്ല, അവർക്ക് ഈ പ്രശ്നം എങ്ങനെങ്കിലും എന്നേക്കുമായിട്ട് ഒഴിവാക്കണം. അതാണ് ഈ പ്രോബ്ലം സീക്കേഴ്സിൻ്റെ പ്രത്യേകത. രണ്ടാമത്തതാണ് ഈ വാല്യൂ സീക്കേഴ്സ്. അവർ കൃത്യമായി നമ്മുടെ മൂല്യം മനസ്സിലാക്കും. നമ്മളും നമ്മുടെ കോമ്പറ്റീറ്റേഴ്സുമായിട്ടുള്ള ആ ഡിഫറൻസിയേഷൻ മനസ്സിലാക്കിയിട്ടായിരിക്കും അവർ തീരുമാനമെടുക്കുന്നത്. നമുക്ക് ഒട്ടും പാടില്ലാത്തതാണ് ഈ പ്രൈസ് സെൻസിറ്റീവായിട്ടുള്ള പ്രൈസ് സീക്കേഴ്സായിട്ട് വരുന്ന, ഏറ്റവും വില കുറഞ്ഞ നോക്കിയാൽ അവരെപ്പോഴും നമുക്ക് തലവേദനയായിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ കസ്റ്റമേഴ്സിനെ 3 കാറ്റഗറി ആക്കാം. ഒന്ന്, ഈ പറഞ്ഞ ടോപ്പ് 20% അവരാണ് ഈ പ്രോബ്ലം സീക്കേഴ്സ് എന്ന് പറയുന്നത്. അതിൻ്റെ ഇടയ്ക്ക് വരുന്ന ഒരു 60% വരുന്നുണ്ട്, അതാണ് ഈ വാല്യൂ സീക്കേഴ്സ് വരുന്നത്. മൂന്നാമത്തതാണ് ഏറ്റവും താഴെ വരുന്ന ബോട്ടം 20 ആണ് ഈ ചീപ്പ് കസ്റ്റമർ, അല്ലെങ്കിൽ പ്രൈസ് സെൻസിറ്റീവ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ഈ ബോട്ടം 20യെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കണം. അവർ വേണ്ട. അങ്ങനെ പ്രൈസ് സെൻസിറ്റീവ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിൻ്റെ കൂടെ നമ്മൾ ബിസിനസ് ചെയ്താലുള്ള കുഴപ്പം, നമ്മളിനി എത്ര വില കുറച്ച് കൊടുത്താലും തൊട്ടപ്പുറത്തെ കട 50 പൈസ കുറവാണെന്ന് അറിഞ്ഞാൽ ഇവരവിടേക്ക് ഓടിപ്പോവും. നമുക്കൊരിക്കലും ഒരു ലോങ് ടൈം ബിസിനസ് ഇവരെ വെച്ചുകൊണ്ട് പ്ലാൻ ചെയ്യാൻ പറ്റില്ല. സോ ആ ബോട്ടം 20യെ ഒഴിവാക്കിക്കൊണ്ട് ഈ പറഞ്ഞ വാല്യൂ നോക്കുന്ന 60%, പ്രോബ്ലം പരിഹരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന 20% ആളുകളിലേക്കും നമ്മൾ ഫോക്കസ് ചെയ്യാന്നുള്ളത്. ഇതിൻ്റെ യഥാർത്ഥ പ്രശ്നം, ഈ പറഞ്ഞ പ്രൈസ് സെൻസിറ്റീവ് ആയിട്ടുള്ള ആളുകൾ നമ്മളെ തേടി വരുന്നതല്ല, നമ്മളുടെ പൊസിഷനിങ്ങിൻ്റെ പ്രശ്നമാണത്. നമ്മുടെ ബിസിനസ്സിനെ എവിടെ പൊസിഷൻ ചെയ്തിരും, അവർക്ക് തോന്നുകയാണ് ഇത് എനിക്കുള്ളതാണ് എന്ന് തോന്നിയാൽ ആരും കയറി വരും. അതേസമയം നമ്മൾ ഈ ലക്ഷറി ബ്രാൻഡുകൾ, അല്ലെങ്കിൽ ആ പ്രീമിയം ബ്രാൻഡുകൾ എന്താ ചെയ്യുന്നത്, അവർ പൊസിഷൻ ചെയ്തിരിക്കുന്നത് തന്നെ ഒരു വിഭാഗം ആളുകൾ ഇങ്ങോട്ട് വരരുത്, ആര് വരണം എന്നല്ല അവർ തീരുമാനിക്കുന്നത്, ആര് വരരുത് എന്നുള്ള തീരുമാനം. അപ്പം നമ്മളും തീരുമാനിക്കണം, എൻ്റെ അടുത്തേക്ക് ആര് വരാൻ പാടില്ല. അപ്പോൾ ഈ ഷാർജയിലായാലും, ഞാനും ഷാർജയിലാണ് താമസിക്കുന്നത്, അപ്പം അവിടുത്തെ ആണെങ്കിൽ ഈ ക്ലോത്തിങ് എന്ന് പറയുമ്പോൾ
ഒരുപാട് കടകളുണ്ട്. ഈ അവിടെ എല്ലാം എല്ലാവർക്കും കയറി ചെല്ലാൻ പറ്റുന്നതാണ്. പക്ഷേ ദർ ആർ സെർട്ടൻ ഷോപ്സ് അല്ലെങ്കിൽ ബിസിനസ് അവർ കൃത്യമായി പൊസിഷൻ ചെയ്തിട്ടുണ്ട്. അവർക്കറിയാം എന്താ ചെയ്യേണ്ടത്, ആരവിടെ എത്തണം എന്നുള്ള. അവിടെ ഒന്നെങ്കിൽ ഈ പ്രോബ്ലം സീക്കർ ആയിരിക്കും, അല്ലെങ്കിൽ വാല്യൂ സീക്കർ ആയിരിക്കും എത്തുന്നത്. പ്രൈസ് സെൻസിറ്റീവ് ആയിട്ടുള്ളവർ എത്തില്ല. സോ റീപൊസിഷൻ യുവർ ബ്രാൻഡ്, അതാണ് നമുക്ക് അവിടെ കൊടുക്കാനുള്ള മറുപടി. അവർ പൊസിഷനിങ് മാറ്റണം. സോ റൂത്ത്ലെസ് ആൻസർ ഇതാണ്: സേ നോ ടു പ്രൈസ് സെൻസിറ്റീവ് കസ്റ്റമേഴ്സ്. അങ്ങനെ വില ചോദിച്ചു വരുന്നത്, ആദ്യം വന്നിട്ട് ഇതിൻ്റെ വില എത്ര എന്ന് ചോദിക്കുന്നവർക്ക് ഒരിക്കലും അതിൻ്റെ വാല്യൂ മനസ്സിലാവില്ല. കാരണം അവർ വന്നിരിക്കുന്നത് തന്നെ പ്രൈസ് അറിയാനാണ്. സോ സേ നോ ടു ദം. അത് പറയാനുള്ള ധൈര്യം കാണിക്കണം ആദ്യം. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ മലയാളികളിൽ ഭൂരിഭാഗം ആളുകളും ഇപ്പോൾ പുതിയൊരു സംരംഭം തുടങ്ങുമ്പോൾ നമ്മൾ സ്ഥിരമായി കാണുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഒരു ബിരിയാണി കട തുടങ്ങുന്നു, ആദ്യത്തെ ദിവസം അല്ലെങ്കിൽ 1 രൂപയ്ക്ക് നിങ്ങൾക്ക് ബിരിയാണി, ഒരു സാരിക്കട തുടങ്ങുന്നു, ഇത്ര ചെറിയ വിലയ്ക്ക് നിങ്ങൾക്ക് സാരി. അപ്പോൾ ഇത്രയും ഒരു ഡിസ്കൗണ്ട് കൊടുത്തുകൊണ്ട്, അല്ലെങ്കിൽ പലരും ചെയ്ത് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ക്ലോത്തിങ് ബ്രാൻഡുകൾ തന്നെ, പ്രശസ്തരായ പല ബ്രാൻഡുകളും ചെയ്ത് കാണാറുണ്ട്. ഇപ്പോൾ ഒരു സീസൺ വരുമ്പോൾ ഇത്രയും ഡിസ്കൗണ്ട്. അപ്പോൾ വിലക്കിഴിവിന് പിന്നാലെ ആളുകളെ പായിക്കുക എന്ന് പറയുന്നത് ഒരു ബിസിനസിന്റെ വലിയ വിജയമല്ല ശരിക്കും. അവിടെ ആരെത്തുന്നു എന്നുള്ള, ഇപ്പം നമ്മളൊരു പ്രോഗ്രാം ഫ്രീ നടത്തുന്നു. ഈ ഫ്രീ കിട്ടുന്നിടത്തേക്ക് എല്ലാവരും ഓടിയെത്തില്ല. ഫ്രീക്ക് മാത്രം വരുന്ന ഒരു കാറ്റഗറി ഓഫ് ആളുകളുണ്ട്. അവർക്ക് ഇനി എന്ത് ഫ്രീ എവിടെ കിട്ടിയെന്ന് പറഞ്ഞാലും അതിൻ്റെ പിന്നാലെ അവരോടും. അല്ല, ഡിസ്കൗണ്ട് കിട്ടുന്നു എന്ന് പറഞ്ഞാൽ ഒരു പ്രീമിയം കസ്റ്റമറുടെ മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ദേ ഹാവ് മോർ മണി ദാൻ ടൈം. ഓക്കെ, അവർക്ക് പണം കൂടുതലുണ്ട്, സമയമാണ് അവർക്കില്ലാത്തത്. അപ്പോൾ ഈ സമയം കൂടുതലുള്ള പണം ഇല്ലാത്ത ആളുകളാണ് ഈ ഓഫറിൻ്റെ ഡിസ്കൗണ്ടിൻ്റെ പിന്നാലെ ഓടുന്നത്. മറ്റവർക്ക് അതിനുള്ള സമയമില്ല. അങ്ങനെ പോയി അവിടെ തിരക്ക് ഉറപ്പാണ്. ആ ഡിസ്കൗണ്ട് കൊടുക്കുന്ന ദിവസം, ഇപ്പം കഴിഞ്ഞ ദിവസം ദുബൈയിൽ ലുലുവിൽ ഡിസ്കൗണ്ട് സെയിലായിരുന്നു. രാത്രി മിഡ് നൈറ്റ്സ് ഓഫർ. 2 മണിക്കൂർ അവിടെ റോഡ് വരെ ബ്ലോക്കായിട്ട് ഭയങ്കര ക്യൂ ആയിരുന്നു. ഒരിക്കലും ഒരു പ്രീമിയം കസ്റ്റമർ അവിടേക്ക് പോവില്ല. കാരണം അവർക്ക് രാത്രി ഉറക്കമുളച്ച് പോയി ആ മേടിക്കുന്ന പൈസ പിറ്റേന്നത്തെ അവരുടെ പ്രൊഡക്ടിവിറ്റിയെ ബാധിക്കും. അതുകൊണ്ട് അവർ ഈ ഉറക്കമുളച്ചിട്ട് അവിടെ പോയി ഇടിയിടാനും ക്യൂ നിൽക്കാനും ബില്ലടിക്കാനും ഒന്നും നിൽക്കത്തില്ല. അവർ നോക്കുന്നത് അവർക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ അവരുടെ ഈ പൈസ ഉള്ളത് കൊണ്ട് തന്നെ സമയം എങ്ങനെ ലാഭിക്കാമെന്നേ നോക്കത്തുള്ളൂ. സോ നമ്മൾ ഈ ഡിസ്കൗണ്ട് കൊടുക്കുമ്പോൾ, ഈ 1 രൂപയ്ക്ക് കൊടുക്കുമ്പോൾ, ഓഫർ കൊടുക്കുമ്പോൾ ആരെ നമ്മൾ അട്രാക്റ്റ് ചെയ്യുന്നു എന്നുള്ള, അങ്ങനെയുള്ള ഒരു ഷോപ്പിലേക്ക് പിന്നീട് പ്രീമിയം കസ്റ്റമേഴ്സ് വരാൻ മടിക്കും. അതാണ് സത്യം. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം അല്ലേ? നമുക്ക് ഓരോരുത്തരും ചോദിക്കുകയാണ്. അപ്പോൾ രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് കേരളത്തിൽ നിന്ന് തന്നെയാണ്. യുവ സംരംഭകനാണ് ആ ചോദ്യം ചോദിച്ചിട്ടുള്ളത്. നമുക്ക് യുവാക്കൾക്ക് വേണ്ടി മാത്രം ശരിക്കും സംസാരിക്കേണ്ടതുണ്ട്. അവർ അത്രയും ആഗ്രഹമുണ്ട് പലരും ബിസിനസ്സിലേക്ക് ഇറങ്ങണം. ഒരാൾ ചോദിക്കുന്ന ചോദ്യം ഇങ്ങനെയാണ്: ഇപ്പോൾ ഒരു സെയിം പ്രോഡക്റ്റ്, അതിന് സെയിം ക്വാളിറ്റി, സെയിം ലൊക്കേഷൻ, പക്ഷെ 2 ഷോപ്പുകൾ. അപ്പോൾ അതിൽ ആദ്യത്തെ ഷോപ്പിൽ നിന്ന് ഹൈ പ്രൈസിലാണ് ആ പ്രൊഡക്റ്റ് വിറ്റ് പോകുന്നത്. ഒരുപാട് പേര് വന്ന് ആ പ്രൊഡക്റ്റ് വാങ്ങുന്നുണ്ട്. തൊട്ടപ്പുറത്തെ ഷോപ്പിൽ ഡിസ്കൗണ്ട് ഉണ്ട്, നല്ല വിലക്കിഴിവുണ്ട്, പക്ഷെ ആരും ആ പ്രൊഡക്റ്റ് വാങ്ങുന്നില്ല. നോക്കൂ, ഇങ്ങനത്തെ സാഹചര്യത്തിൽ അവിടെ വിലയല്ല ആളുകൾ നോക്കുന്നല്ലേ, മറ്റെന്തോ ആണ്. അതെന്താണ്? അത് നല്ലതുമാണോ? നമുക്ക് നമ്മുടെ ഇവിടെ തന്നെ നാട്ടിൽ തന്നെ ഇപ്പോൾ നമുക്കറിയാം, ബൈപ്പാസിൽ അവിടെ 10 രൂപയ്ക്ക് ചായ കിട്ടുന്ന കടയുണ്ട്. അതിൻ്റെ തൊട്ടടുത്ത് 500 രൂപയ്ക്ക് ചായ കിട്ടുന്ന സ്റ്റാർബക്സ് ഉണ്ട് അല്ലേ? ഈ 500 രൂപയുടെ അടുത്തേക്ക് പോകുന്നത് ആരാണ്? അവരവിടെ പോകുന്നത് ആ ചായ കുടിക്കാനാണോ? അല്ല. ഇറ്റ്സ് എ സ്റ്റാറ്റസ് സിമ്പൽ. അതൊരു ഐഡൻറ്റിറ്റിയാണ്. ഓക്കെ, ഞാൻ ഇതൊക്കെ ഡിസേർവ് ചെയ്യുന്നു, ഞാൻ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയി ചായ കുടിക്കുന്നു എന്ന് കാണിക്കാൻ ആ ഒരു ഫീല്. അപ്പം ആ മനുഷ്യൻ്റെ ആ ഒരു സൈക്കോളജി ഉണ്ട്. ഓക്കെ, അവർക്ക് എല്ലാവർക്കും ഈ ഫെയിം ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഒരു ബ്രാൻഡ് ഞാൻ ഉപയോഗിക്കുമ്പോൾ, നമ്മൾ ഏതൊരു സാധനം ഉപയോഗിച്ചാലും അതിൻ്റെ അകത്ത് നമ്മളുടെ ഐഡൻറ്റിറ്റിയും കൂടെ അവിടെ എലിവേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഇത് കൃത്യമായി മനസ്സിലാക്കുന്ന ബ്രാൻഡുകൾ എന്തു ചെയ്യും? ആ കസ്റ്റമറുടെ സൈക്കോളജി വെച്ചിട്ട് ആ ബ്രാൻഡിനെ ആ രീതിയിൽ പൊസിഷൻ ചെയ്ത് കൊടുക്കും. എന്തിനു വേണ്ടി? കയ്യിലിരിക്കുന്ന ഫോൺ അതിന് ഉദാഹരണമാണ്. ഐഫോൺ അതിൻ്റെ ഉദാഹരണമാണ്. നമ്മൾ ഉപയോഗിക്കുന്ന ഇപ്പോഴത്തെ വണ്ടികൾ, കാറുകൾ, ഇതെല്ലാം അതിന് ഉദാഹരണമാണ്. അപ്പം ഞാൻ ഇത് ഡിസേർവ് ചെയ്യുന്നു എന്ന് അഭിമാനത്തോടു കൂടി പറയുന്ന, എന്നാൽ ഈ പറയുന്ന 10 രൂപയുടെ ചായയും നമ്മൾ കുടിക്കും, പക്ഷേ അതിൻ്റെ സിറ്റുവേഷൻ വേറെയാണ്. അപ്പം ആ കസ്റ്റമറുടെ പ്രൈഡിനെ ബൂസ്റ്റ് ചെയ്യുന്ന, അവരുടെ അഭിമാനത്തെ ബൂസ്റ്റ് ചെയ്യുന്ന, ഞാൻ ഇത് ഉപയോഗിക്കുന്നുണ്ട് എന്ന് അവർക്ക് തോന്നുന്ന രീതിയിൽ നമ്മുടെ ബ്രാൻഡിനെ എത്തിക്കാൻ നമുക്ക് സാധിച്ചാൽ പ്രൈസ് പിന്നൊരു പ്രശ്നമല്ല. പ്രൈസിനെ കുറിച്ച് കസ്റ്റമർ ചിന്തിക്കില്ല. സോ ഒരിടത്ത് വില കുറച്ച് കൊടുത്തിട്ടും കച്ചവടം നടക്കുന്നില്ല, അപ്പുറത്ത് വില കൂടുതലായിട്ടും കച്ചവടം നടക്കുന്നുണ്ടെങ്കിൽ വിലയല്ല അവിടുത്തെ ആ ഫീലാണ്. എങ്ങനെ നമുക്ക് ആ കസ്റ്റമർക്ക് ആ ഫീല് കൊടുക്കാൻ പറ്റും, അത് ചിന്തിക്കാം.
യെസ്, ലക്ഷറിയേക്കാൾ ഒരു എക്സ്പീരിയൻസ് ആണ്, ഓക്കെ. ഒരു എക്സ്പീരിയൻസ് ആണ്. ഇപ്പം നമ്മൾ ഇവിടെ ഈ ബൂസ്റ്റർ ചായകൾ ഇഷ്ടം പോലെ ഉണ്ട്. അവിടെ കിട്ടുന്ന എന്താണ്, അവിടെ ഒരു ആംബിയൻസ് ഉണ്ട്, ഇരിക്കുക, നമുക്ക് കുറേ നേരം ഇരുന്ന് സംസാരിക്കാം. സാധാരണ ഒരു ചായക്കടയിൽ ചെന്നാൽ ഇപ്പോൾ അതിനുള്ള സാഹചര്യം ഇല്ല. അപ്പം ഇവിടെ ആ യങ്സ്റ്റേഴ്സിനെ അട്രാക്ട് ചെയ്യാനായിട്ട് അവർക്ക് പറ്റുന്നുണ്ട്. മാത്രമല്ല ഒരു ബ്രാൻഡ് ഐഡൻറ്റിറ്റി അതിന് കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് എങ്ങനെ നമ്മളെയും ആ രീതിയിൽ കസ്റ്റമറുടെ ഫീലിങ്സ്, ആ സൈക്കോളജിയോട് ചേർന്ന് നിൽക്കാൻ പറ്റിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് പിന്നെ പ്രൈസ് ഒരു പ്രശ്നമേ അല്ല. യെസ്. അടുത്തത് കൊച്ചിയിൽ നിന്ന് തന്നെയാണ്. നമ്മൾ ഇരിക്കുന്ന കൊച്ചിയിൽ നിന്ന് ഒരു സംരംഭകൻ ചോദിക്കുന്നുണ്ട്. അദ്ദേഹം ഒരു സലോൺ ഓണറാണ്. അപ്പൊ അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യം, നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുമ്പോഴും ഈ എതിരാളികളെ കുറിച്ച് കൂടി ചിന്തിക്കുന്നു പറയാലോ. തീർച്ചയായും അത് ചിന്തിക്കണം അല്ലെ? തീർച്ചയായും അത് വളരെ പ്രധാനപ്പെട്ട. തീർച്ചയായും. അപ്പൊ അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യം ഇങ്ങനെയാണ്. ഇപ്പോൾ അദ്ദേഹം ഒരു സംരംഭം തുടങ്ങുന്നു. അപ്പോൾ കോമ്പറ്റീറ്റേഴ്സ് എന്താണ് ആ പ്രൊഡക്റ്റിന് ചാർജ് ചെയ്യുന്നത് അയാൾ നോക്കുകയാണ്. അപ്പൊ നോക്കുമ്പോൾ കോമ്പറ്റീറ്റേഴ്സ് ഇടുന്നത് 500 രൂപയാണ്. അപ്പോൾ ഓക്കെ, ഞാൻ എന്ത് ചെയ്യാം, 450 രൂപ ഇടാന്ന് പറഞ്ഞിട്ട് നമ്മുടെ പ്രൊഡക്റ്റിന് 450 രൂപ ഇടുന്നു. അതാണ് ഒരു കോമൺ ലോജിക്ക് ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ. യെസ്. പക്ഷെ അത് നല്ലതാണോ? അത് ഗുണം ചെയ്യുമോ ബിസിനസ്സിൽ? ഞാനതിനൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ ഒരു 3 മാസമായിട്ട് എൻ്റെ വൈഫ് മായ ദുബൈയിലാണ്, ഞങ്ങൾ ഷാർജയിലാണ്, മുവൈല. അവിടെ ഒരു ഫ്ലവർ ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട്. ഇൻഡോർ പ്ലാന്റ്സും ഫ്ലവറും കൂടെ വരുന്ന ഒരു ബൊട്ടീക്ക് ഷോപ്പാണ് തുടങ്ങിയിരിക്കുന്നത്. മായയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവളതൊരു സമയം പോക്കിന് വേണ്ടിയിട്ട് തുടങ്ങിയതാണ്. ഒക്കെ ഒന്ന് നേരം പോകാൻ വേണ്ടി. കുട്ടികളൊക്കെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല, ഞാനും എൻ്റെ കാര്യങ്ങളിൽ തിരക്കാണ്. അപ്പോൾ ഒക്കെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ എൻഗേജ്ഡ് ആകണം. അങ്ങനെ മായ ഒരു ഷോപ്പ് തുടങ്ങി. ഇതിൻ്റെ തൊട്ടടുത്ത് മറ്റൊരു ഷോപ്പുണ്ട്. ഇവരെ തമ്മിൽ നമുക്കൊന്ന് കമ്പയർ ചെയ്യാം. ഇപ്പം മായ ഇതിൻ്റെ പ്രൈസ് ഇടുന്നത് ഒരിക്കലും മായയ്ക്ക് ഇതിൻ്റെ അകത്തുനിന്ന് ലാഭം ഉണ്ടാക്കിയിട്ട് വീട്ടിലെ കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ടില്ല. അവളുടെ സമയം പോക്കിന് ഒരു പാഷനേറ്റ് ആയിട്ട് ചെയ്യുന്നു. അതേസമയം ഈ തൊട്ടടുത്ത കട നടത്തുന്ന ആളെ സംബന്ധിച്ച് പുള്ളിക്കാരൻ്റെ ഫാമിലി ജീവിക്കുന്നത് ഈ കട കൊണ്ടാണ്. അദ്ദേഹത്തിൻ്റെ കുട്ടികൾ സ്കൂളിൽ ഫീസ് കൊടുക്കുന്നത് ഈ കട കൊണ്ടാണ്. നാട്ടിലേക്ക് എന്തെങ്കിലും അയച്ചു കൊടുക്കുന്നത് ഈ കട കൊണ്ടാണ്. മായ ഇടുന്ന പ്രൈസ് ഒരിക്കലും ഈ പറഞ്ഞ സംരംഭകന് ഒരിക്കലും കോപ്പി അടിക്കാൻ പറ്റില്ല. പറ്റും, പക്ഷേ ഒരിക്കലും നിലനിൽക്കാൻ പറ്റില്ല. കാരണം നമുക്കറിയില്ല അവരുടെ സാഹചര്യം എന്താണ്, അവർ ഇത് എത്രയാണ് വാങ്ങിക്കുന്നത്, അവരെന്ത് മാർജിനാണ് ഇടുന്നത്, ഇതവർ ശരിക്കും ലോസിലാണോ വിൽക്കുന്നത്, അവരെന്തെങ്കിലും മണ്ടത്തരമാണോ കാണിച്ചുകൊണ്ടിരിക്കുന്നത്, ഇത് നമുക്കറിയത്തില്ല. അപ്പം നമ്മൾ അവരെ കോപ്പി അടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കാണിക്കുന്ന അതേ മണ്ടത്തരം നമ്മൾ കോപ്പി അടിക്കുന്നു എന്നുള്ള. ഞാനൊരു ചോദ്യം ഇങ്ങനെ വരുന്നവരോട് ഞാൻ ചോദിക്കാറുണ്ട്, നിങ്ങളുടെ കടയുടെ താക്കോൽ നിങ്ങളുടെ കോമ്പറ്റീറ്ററെ ഏൽപ്പിക്കാറുണ്ടോ? ഉണ്ടോ? ഇല്ല. നമ്മുടെ ഒരു കോമ്പറ്റീറ്ററെ നമ്മുടെ ഷോപ്പിൻ്റെ എന്തായാലും നീ രാവിലെ ഒന്ന് തുറക്കല്ലേ, ഇതുകൂടെ തുറന്നു എന്ന് പറയുമോ? ഇല്ല. നമ്മുടെ കുറച്ച് പൈസ അക്കൗണ്ടിൽ ഇടാനുണ്ട്, അവൻ ബാങ്കിലേക്ക് പോകുന്നു, നമ്മൾ നമ്മുടെ പൈസ എടുത്ത് കൊടുത്തിട്ട് നമ്മുടെ കോമ്പറ്റീറ്ററുടെ എടാ നീ എന്തായാലും പോവല്ലേ, ഇതും കൂടെ അങ്ങോട്ട് ഇട്ടേരെ, കൊടുക്കുമോ? അവൻ പർച്ചേസിന് പോകുന്നു, എന്നാ എനിക്കും കുറച്ച് സാധനം വേണം, നീ പർച്ചേസ് ചെയ്തേരെ എന്ന് നമ്മുടെ കോമ്പറ്റീറ്ററോട് പറയുമോ? അവർ സ്റ്റാഫിനെ എടുക്കുന്നു, എനിക്കും ഒരു 2 പേരെ എടുത്ത് തരണേ എന്ന് നമ്മൾ അവരോട് പറയുമോ? ഇല്ല. ഇതൊന്നും പറയത്തില്ലെങ്കിൽ, ഇതൊന്നും നമ്മൾ കോപ്പി അടിക്കത്തില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ പ്രൈസ് മാത്രം നമ്മൾ കോപ്പി അടിക്കുന്നത്? യഥാർത്ഥത്തിൽ നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ വാല്യൂ മനസ്സിലാക്കി അതിനെ പൊസിഷൻ ചെയ്യാനും അതിൻ്റെ പ്രൈസ് ഇടാനും നമുക്കറിയില്ല എന്നുള്ളതാണ്. സോ ഈ കോമ്പറ്റീറ്ററുടെ പ്രൈസിങ് നമ്മൾ കോപ്പി അടിച്ചാൽ എന്നും നമ്മൾ അവിടെ ഒരു അടിമയെ പോലെ ആയിരിക്കും. നമുക്ക് സ്വസ്ഥമായി ഒരിക്കലും ആ ബിസിനസ്സിനെ കൊണ്ടുപോകാൻ പറ്റില്ല. അവരെന്ന് അത് മാറ്റുന്നോ അതിനനുസരിച്ച് നമ്മുടെ എല്ലാ പ്ലാനിങ്ങും മാറിപ്പോയിക്കൊണ്ടിരിക്കും. സോ ഒരു കാരണവശാലും കോമ്പറ്റീറ്ററുടെ ബാക്കി എല്ലാ സ്ട്രാറ്റജിയും നിങ്ങൾ നോക്കിക്കോളൂ, പ്രൈസ് നോക്കരുത്. അവരെന്ത് വിലയിടുന്നു. ഇപ്പം ഞാൻ ട്രെയിനിങ് മേഖലയിൽ നിൽക്കുകയാണ്, മറ്റ് ട്രെയിനേഴ്സ് എത്രയാണ് ഫീസ് മേടിക്കുന്നതെന്ന് ഇന്ന് വരെ ഞാൻ നോക്കിയിട്ടില്ല, നോക്കാൻ പാടില്ല. കാരണം ഞാൻ നോക്കുന്നത് മുഴുവൻ എൻ്റെ അടുത്ത് വരുന്ന കസ്റ്റമർക്ക് അല്ലെങ്കിൽ എൻ്റെ അടുത്ത് വരുന്ന സ്റ്റുഡൻസിന് അവരുടെ ലൈഫിൽ എന്ത് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകുന്നു അതാണ് നോക്കുന്നത്. സോ ഡോണ്ട് ലുക്ക് അറ്റ് യുവർ കോമ്പറ്റീറ്റർ, ലുക്ക് അറ്റ് യുവർ കസ്റ്റമർ. നമ്മൾ കാരണം നമ്മുടെ കസ്റ്റമർക്ക് എന്ത് ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നു ആ ട്രാൻസ്ഫോർമേഷനെ ബേസ് ചെയ്തായിരിക്കണം നമ്മുടെ പ്രൈസ്. ഇപ്പോൾ എൻ്റെ അടുത്ത് ഒരാൾ പഠിക്കാൻ വരുന്നു, അയാൾ 1 വർഷത്തിൽ 2 കോടി രൂപ ഉണ്ടാക്കുകയാണ്, അതാണ് ഞാൻ നോക്കണ്ടേ. ആ 2 കോടി അയാളെ ഉണ്ടാക്കാൻ സഹായിച്ച ഞാൻ അതിനഗൻസ്റ്റാണ് ഞാൻ ചാർജ് ചെയ്യുന്നത്, ഒരിക്കലും എൻ്റെ കോമ്പറ്റീറ്റർ പ്രൈസ് നോക്കിയല്ല. സോ നെവർ ചാർജ് ബേസ്ഡ് ഓൺ യുവർ കോമ്പറ്റീറ്റർ പ്രൈസ്. കാരണം നമുക്കറിയില്ല അവരുടെ സിറ്റുവേഷൻ എന്താണെന്ന്. അതായത് താങ്കൾ തന്നെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, നമ്മൾ ഒരു എതിരാളിയുടെ എല്ലാം നിരീക്ഷിക്കണം, അതിൽ പഠിക്കേണ്ടതുണ്ടെങ്കിൽ പഠിക്കണം, പക്ഷെ ഒരു പ്രൈസ് കോപ്പി അടിക്കുന്നതല്ല,
ഒരു നല്ല ബിസിനസ് നമ്മൾ അവരുടെ പ്രൈസ് അല്ല കോപ്പി അടിക്കേണ്ടത്, അവരുടെ ലൈഫ് നോക്കണം. ഈ ബിസിനസ് കൊണ്ട് അവരുടെ ലൈഫിൽ എന്തുണ്ടായി, അവരെന്തുണ്ടാക്കി, അവർക്കൊന്നും ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല, അവർ കടത്തിലാണ് എങ്കിൽ പിന്നെ നമുക്ക് അതിനെ കോപ്പി അടിച്ചാൽ ഈ പ്രൈസിങ്ങിൻ്റെ അകത്ത് നമ്മൾ കോമ്പീറ്റ് ചെയ്യുമ്പോഴത്തെ ഒരു പ്രശ്നം, ഇതൊരു ഓട്ട മത്സരമാണ്. മുന്നോട്ടേക്കല്ല, പിന്നോട്ടേക്ക്. ആരേറ്റവും താഴെ എത്തുന്നു എന്നുള്ള ഓട്ട മത്സരത്തിലാണ്. ഇപ്പം നമ്മുടെ കോർപ്പറേറ്റുകൾ, ഇപ്പം നമുക്കറിയാം ഇവിടെ ഏറ്റവും കൂടുതൽ സുഡിയോ, ട്രെൻഡ്സ്, ഇങ്ങനെയുള്ള വലിയ വലിയ ബ്രാൻഡുകൾ നമ്മുടെ ചെറിയ ഇപ്പം ചെറുപ്പുളശ്ശേരി വരെ വന്നിട്ടുണ്ടാവും അല്ലേ, എൻ്റെ കായംകുളത്തും ഉണ്ട്, ഇല്ല, എല്ലാ മുക്കിലും മൂലയിലും എത്തിയിരിക്കുക. ഇവരോട് എങ്ങനെ കോമ്പീറ്റ് ചെയ്യാൻ പറ്റും? നമ്മുടെ നാട്ടിലെ, ഇപ്പം എൻ്റെ നാട്ടിലേക്ക് വളരെ പ്രശസ്തമായിട്ട് പണ്ട് തൊട്ടേ അറിയാവുന്ന പല സ്ഥാപനങ്ങളും, ടെക്സ്റ്റൈലുകൾ, എസ്പെഷ്യലി ടെക്സ്റ്റൈലുകൾ, സ്വർണ്ണക്കടകൾ, ഇതെല്ലാം പൂട്ടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നമുക്കൊരിക്കലും ഈ വലിയ ക്യാപിറ്റലുമായിട്ട് വരുന്നത്, കാരണം അവരുടെ പോക്കറ്റിൻ്റെ ഡെപ്ത് ഭയങ്കരമാണ്. അവർക്ക് ഇഷ്ടം പോലെ പൈസയുണ്ട്, അവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, എത്ര പൈസ വേണമെങ്കിലും ഇറക്കാം. നമുക്കൊരിക്കലും അവരുടെ അടുത്ത് കോമ്പീറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം അവർ വന്നിരിക്കുന്ന ഒരു ലോസ് ലീഡർ പ്രൈസിങ് സ്ട്രാറ്റജിയിൽ, അതായത് ആദ്യം അവർ നഷ്ടത്തിൽ കൊടുക്കും, മാർക്കറ്റ് പിടിക്കും. ഈ മാർക്കറ്റ് പിടിക്കുന്നത് എങ്ങനെയാണ്? കോമ്പറ്റീറ്റേഴ്സ് ഇല്ലാതാവും. കാരണം അവരും കുറച്ച് കൊടുക്കാൻ നിർബന്ധരാകും, പക്ഷെ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അവർ സ്വാഭാവികമായിട്ട് പൂട്ടിപ്പോകുമ്പോൾ 100% മാർക്കറ്റ് എൻ്റെ കയ്യിലേക്ക് വരും. പിന്നെ ഞാൻ തീരുമാനിക്കുന്നതാണ് പ്രൊഡക്റ്റ്, ഞാൻ തീരുമാനിക്കുന്നതാണ് പ്രൈസ്. സോ ഒരിക്കലും നമുക്ക് താഴോട്ടുള്ള ഓട്ടത്തിൽ മുന്നിലെത്തി എന്ന് പറഞ്ഞ് അഭിമാനിക്കാൻ പറ്റില്ല. കാരണം നമ്മളെക്കാൾ പോക്കറ്റിന് ആഴമുള്ളവൻ വന്നാൽ അവൻ അതിനേക്കാൾ സ്പീഡിൽ നമ്മളുടെ മുന്നിലേക്ക് എത്തും. സോ നമ്മൾ പോകേണ്ടത് മുകളിലേക്കാണ്, താഴോട്ടല്ല. എങ്ങനെ എൻ്റെ പ്രൈസ് ഇരട്ടിയാക്കാം, എന്നാൽ കസ്റ്റമർ അത് സന്തോഷത്തോടു കൂടി തരും എന്നായിരിക്കണം നമ്മൾ ചിന്തിക്കുന്നത്. ഇപ്പൊ താങ്കൾ ഇത് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്, ഇപ്പൊ സമീപകാലത്ത് ഒരു സെലിബ്രിറ്റി ഫാമിലിയിൽ നിന്ന് ഒരു അമ്മയും 3 പെൺമക്കളും ചേർന്നിട്ട് ഒരു ക്ലോത്തിങ് ബ്രാൻഡ് തുടങ്ങി. അപ്പോൾ ഒരു ഉദാഹരണം, ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അതൊക്കെ വൈറലാവുന്നുണ്ട്, ഒരുപാട് പേര് അത് വാങ്ങുന്നുണ്ട്. അപ്പോൾ തൊട്ട് അപ്പുറത്തുള്ളൊരു ഇതുപോലെ തന്നെ മറ്റൊരു സെലിബ്രിറ്റിയുടെ ഒരു ക്ലോത്തിങ് ബ്രാൻഡ് ഉണ്ട്. സെയിം സാരി 2 സ്ഥലത്തും കിട്ടും. പക്ഷെ ഈ പറഞ്ഞ അമ്മയും 3 പെൺമക്കളും തുടങ്ങിയിട്ടുള്ള ഒരു ബ്രാൻഡിൽ ആ സാരിയുടെ വില വലുതാണ്, അപ്പുറത്ത് അത്ര വിലയില്ല. പക്ഷെ എന്നിട്ടും ഇവരുടെ സാരി വിറ്റു പോകുന്നുണ്ട്, തീർച്ചയായും നല്ല അഭിപ്രായങ്ങളും കിട്ടുന്നുണ്ട്. ഈ പറഞ്ഞതൊക്കെ ഇതിനൊരു ഉദാഹരണമായിരിക്കും അല്ലേ? ഇത് നമ്മൾ ഈ സോഷ്യൽ മീഡിയ, ഇപ്പോൾ ഈ കോമ്പറ്റീറ്റേഴ്സ് അല്ലെങ്കിൽ ഈ പ്രൈസിങ് അല്ലെ ബിസിനസ്സുകാർ, ഇത്രയും നമ്മളിപ്പോൾ ഒരു കാര്യം ചിന്തിക്കേണ്ടത്, നമ്മൾ ഒരു ദിവസം ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് എവിടെയാണ്? നമ്മുടെ ഫോണിലാണ് അല്ലേ? ആ ഫോണിൽ എന്താ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നത്? റീൽസും വീഡിയോസും അല്ലേ? ആ റീൽസിലും വീഡിയോസിലും നമ്മളും നമ്മുടെ ബിസിനസ്സും ഇല്ലെങ്കിൽ എങ്ങനെ അറിയും? കായംകുളത്തെ KPSC ജംഗ്ഷനിൽ ഒരു സാധാരണക്കാരൻ്റെ മകനായ ഞാൻ ഇന്നൊരു ഗ്ലോബൽ ബ്രാൻഡായി മാറിയിട്ടുണ്ടെങ്കിൽ ഒറ്റ റീസണേ ഉള്ളൂ, സോഷ്യൽ മീഡിയ. ഞാൻ ഇൻസ്റ്റാഗ്രാമിലുണ്ട്, നിങ്ങൾ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്താൽ അതിലുണ്ട്, യൂട്യൂബ് ഓപ്പൺ ചെയ്താൽ അതിലുണ്ട്, എവിടെ നോക്കിയാലും എൻ്റെ വീഡിയോസ് കാണാം. ഇപ്പം നമ്മൾ ഈ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് പോലും ഇറ്റ്സ് ആൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ സോഷ്യൽ മീഡിയ. സോ നമ്മൾ നോക്കേണ്ടത് സോഷ്യൽ ക്യാപിറ്റൽ എത്ര ഉണ്ട് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ്. പണ്ട് ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ച് എനിക്ക് എത്ര പേരെ അറിയാം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം അതിനെ ബേസ് ചെയ്തിട്ടാണ് എൻ്റെ വിജയം ഇരിക്കുന്നത്. ഇപ്പം അങ്ങനെയല്ല, എന്നെ എത്ര പേർക്ക് അറിയാം എന്നുള്ളതാണ്. എനിക്കാരെ അറിയാമെന്നുള്ളതല്ല, എന്നെ ആർക്കൊക്കെ അറിയാം എന്നുള്ളത്. അപ്പം ഇന്ന് ഈ ബിസിനസ്സുകാരെ സംബന്ധിച്ച് ഏറ്റവും നല്ല സമയമാണ് ഇപ്പോൾ. ഇത്രയും നല്ലൊരു, കാരണം ഇന്നിപ്പോൾ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ലോഞ്ച് ചെയ്യുന്നു, വിത്തിൻ സെക്കൻഡ്സ് നമുക്കത് ചാറ്റ് GPT-യിലിട്ട് നമുക്കതിൻ്റെ സ്ലൈഡ് ഉണ്ടാക്കാം. ഒരു ഡിസൈനറും വേണ്ട, ഒരു എഡിറ്ററും വേണ്ട, ഒന്നും വേണ്ട. അപ്പം തന്നെ എടുത്ത് നമുക്ക് സോഷ്യൽ മീഡിയയിലിട്ട് വിത്തിൻ സെക്കൻഡ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ ബ്രാൻഡാക്കാം. അപ്പം ഈ പറഞ്ഞ സെലിബ്രിറ്റി ആയിട്ടുള്ള അമ്മയും മക്കളും, അവർക്ക് കൂടുതൽ റീച്ചുണ്ട്, അവർക്ക് കൂടുതൽ സോഷ്യൽ ക്യാപിറ്റലുണ്ട്. അതുകൊണ്ടാണ് അവരുടെ പ്രൊഡക്റ്റ് വിറ്റ് പോകുന്നത്. അപ്പം ഏതൊരു ബിസിനസ്സുകാരനും അതിന് നമ്മൾ ഒരുപാട് പെർഫെക്ഷൻ ഒന്നും വേണ്ട. ഇപ്പോഴത്തെ വീഡിയോയുടെയൊക്കെ പ്രത്യേകത അറിയാമല്ലോ, ഇംപെർഫെക്ഷൻ ഈസ് ദ ന്യൂ പെർഫെക്ഷൻ. ഇംപെർഫെക്റ്റ് വീഡിയോസിനാണ് കൂടുതൽ റീച്ച് കിട്ടുന്നത്. ആക്സിഡൻ്റലായിട്ട് എടുത്ത, അല്ലെങ്കിൽ ഒന്നും പ്രത്യേക ഭംഗിയൊന്നും നോക്കാത്ത വീഡിയോസ്, അത്രേ ഉള്ളൂ, അതിനാണ് മില്യൺസ് ഓഫ് വ്യൂസ് കിട്ടുന്നത്. ഒരു പക്ഷേ നമ്മളിപ്പോൾ ഈ ചെയ്യുന്നതിന് പോലും അത്രയും വ്യൂസ് കിട്ടിയെന്ന് വരില്ല, ഒരു ഇൻസ്റ്റൻ്റായിട്ട് എടുത്ത, പെട്ടെന്നെടുത്ത ഒരു ഇംപെർഫെക്റ്റ് വീഡിയോയ്ക്ക്. അപ്പോൾ അതൊന്നും നോക്കേണ്ട കാര്യമില്ല. ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ച് മാക്സിമം വീഡിയോസ് ചെയ്യുക, അത് നിങ്ങളുടെ വാട്സപ്പ് സ്റ്റാറ്റസ് ആക്കുക, അത് നമ്മളുടെ സോഷ്യൽ മീഡിയകളിലിടുക. നമ്മളുടെ പരിചയക്കാരെന്ത് പറയും, അവർ കളിയാക്കും, അങ്ങനെയുള്ള ചിന്തയൊന്നും വേണ്ട.
അങ്ങനെ ചിന്തിച്ചിരുന്നാൽ അവരുടെ കൂടെ നമ്മളും അവിടെ മാറി ഇരിക്കത്തുള്ളൂ. സോ ഡോണ്ട് തിങ്ക് അബൌട്ട് ദം. അവരെക്കുറിച്ച് നമുക്ക് ചിന്തിക്കുക വേണ്ട. നമ്മൾ ചെയ്യുക, നമ്മൾ ഒരിക്കൽ അവരെക്കാൾ മുന്നിലെത്തും. ആദ്യം നമ്മൾ റീച്ചും കാര്യങ്ങളും ഒന്നും കാണത്തില്ല, വളരെ കുറച്ച് കാണത്തുള്ളൂ. പക്ഷേ ആളുകൾ അതിൻ്റെ അടിയിൽ പതുക്കെ വന്ന് കമൻറ്റുകൾ ഇടാൻ തുടങ്ങും, ഷെയർ ചെയ്യാൻ തുടങ്ങും. അതിൽ കൂടി നമുക്കൊരു ധൈര്യം കിട്ടും. നമുക്ക് നമ്മുടെ ഈ ലോകത്ത് ഏറ്റവും വലിയ ചാരിറ്റി എന്ന് പറയുന്നത് നമുക്കറിയാവുന്ന ഒരു കാര്യം മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്. അറിവ് പകരുന്നതാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ ചാരിറ്റി. സോ ഡു ഇറ്റ്. നമ്മളുടെ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ്, നമ്മളുടെ പ്രൊഡക്റ്റ് ഇവിടെ ഉണ്ട്, അല്ലെങ്കിൽ നമ്മളുടെ ബെസ്റ്റ് സർവീസ് ആണെന്ന് നമുക്കറിയാം. അത് നമ്മുടെ കയ്യിലിരിക്കുമ്പോൾ ഒരു കസ്റ്റമർ പോയി ചതിക്കപ്പെടുന്നുണ്ടെങ്കിൽ, മറ്റൊരാൾ അവരെ പറ്റിക്കുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ഉത്തരവാദിയാണ്. സോ മറച്ചു വെക്കേണ്ട കാര്യമില്ല. നമ്മൾ ആരെയും പറ്റിച്ചും ചതിച്ചും ഒന്നും അല്ലല്ലോ ഉണ്ടാക്കുന്നത്. അഭിമാനത്തോടു കൂടി നമ്മളത് സോഷ്യൽ മീഡിയയിൽ ക്യാമറയെ നോക്കി വിളിച്ചു പറയാനുള്ള ധൈര്യം കാണിക്കുക എന്നുള്ളതാണ് ഇനി നമുക്ക് വേണ്ടത്. സോ അതിൽ പേടിക്കുന്ന, ക്യാമറയെ ഫേസ് ചെയ്യാൻ അല്ലെങ്കിൽ വീഡിയോ എടുത്താൽ മറ്റുള്ളവരെന്ത് പറയും എന്ന് പേടിച്ചിരിക്കുന്നവർ ഉറപ്പായിട്ടും ഈ യുദ്ധത്തിൽ തോറ്റുപോകും എന്നേ നമുക്ക് പറയാനുള്ളൂ. സോ എന്ത് ചെയ്തു എത്രയും പെട്ടെന്ന് വീഡിയോസ് ചെയ്യുക, അത് കിട്ടുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലെല്ലാം ഷെയർ ചെയ്യുക, മറ്റുള്ളവരെ കൊണ്ട് ഷെയർ ചെയ്യിപ്പിക്കുക. ഈ തുടങ്ങാൻ മാത്രം അറിഞ്ഞാൽ പോലെ അത് വിൽക്കാനും അറിയണം എന്നുള്ളതിന്റെ ഒരു വഴി കൂടിയാണ് ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ. തീർച്ചയായിട്ടും. യെസ്. അപ്പൊ ബിസിനസ് എന്ന മോഹവുമായി നടക്കുന്ന പലരുമായിരിക്കും നമ്മുടെ പ്രേക്ഷകര്. അപ്പൊ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചിലപ്പോൾ ചോദിക്കാനുണ്ടാവും. ചിലപ്പോൾ നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ അപ്പുറത്ത് ചിലപ്പോൾ ചില പ്രതിസന്ധികൾ ഉണ്ടാവും, ചില ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അവർക്ക് കൂടി നേരിട്ട് ചോദ്യം ചോദിക്കാനുള്ള ഒരു അവസരം കൂടി നമ്മൾ തരികയാണ്. ഒരു നമ്പർ പറയാം, അതിൽ നിങ്ങൾക്ക് എന്താണോ സംശയമുള്ളത്, അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് എങ്ങനെയാണോ പോകുന്നത്, നിങ്ങൾക്ക് എന്തും പറയാം. അത് നമ്മൾ ഒരു ചോദ്യമായി ഡോക്ടർ അനിൽ ബാലേന്ദ്രൻ അതിന് മറുപടി നൽകുന്നതായിരിക്കും. അടുത്ത എപ്പിസോഡിൽ കൃത്യമായൊരു മറുപടി നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഈ നമ്പർ ഒന്ന് നോട്ട് ചെയ്തോളൂ: 9207 900 800. ഒന്നുകൂടി പറയാം, 9207 900 800. അപ്പോൾ ഈ നമ്പറിലേക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കാം. നിങ്ങളുടെ ചോദ്യം നമ്മൾ പരിഗണിക്കുന്നതായിരിക്കും.